من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار واتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لن يدخل الجنة إلا برحمة الله ولا أنت يا رسول الله ولا أنا إلا أن يتغمدني الله برحمة. الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك
يا سيدي مددي سندي ويا عددي معيدي مددي عمدي العتددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نتخي بها الرمضاء الحاكمة المصطفى والمرتضى وابناهما والفاطمة روحنا നന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേ നൂറലിയേ റാഹത്തേ താജുലിയേ റോഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേ നൂറലിയേ റാഹത്തേ താജുലിയേ മക്കാമണ്ണിലോദീച്ച കിനാവുനിയേ മക്കൾക്കായി നീലാവ് ചൊരിഞ്ഞവരെ മക്കാമണ്ണിലോദീച്ച കിനാവുനിയേ മക്കൾക്കായി നീലാവ് ചൊരിഞ്ഞവരെ സ്നേഹ സമ്മാനം നൽകിയോരേ സ്വർഗപന്താവ് കാട്ടിയോരേ റോഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ ലോറിയേ റാഹത്തേകിയ താജുലിയേ വാണ പൈശാചികത്തിനെ മാറ്റിയോരേ വീണ പെണ്ണിന്മാർക്കൊപ്പേറ്റിയോരേ താണു ജീവിച്ച് സൽവഴി കാട്ടിയോരേ കാണുവോറല്ല നീരായി വാഴ്ത്തിയോരേ നല്ല തേൻമുത്ത് നൽകിയോരേ സ്നേഹത്തിൻ വിത്ത് പാകിയോരേ റോഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറുലിയേ റാഹത്തേകിയ താജുലിയേ. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ പാണക്കാട് സാദിഖ് അലി ശിഹാബുദ്ദീൻ അവരുടെ ഈ മഹനീയ സദസ്സിന്റെ സമാധാനീയനായ അധ്യക്ഷൻ, അതിലുപരി ഖിദ്മാ സംഘത്തിന്റെ ഈ 1ാം വാർഷിക പ്രോഗ്രാമിനോടും പൂർണ്ണമായി സഹകരിച്ച ഈ നാട്ടിലുള്ള കാരണവന്മാരെ, രക്ഷകർത്താക്കളെ, പണ്ഡിതന്മാരെ, ഉമ്മങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, വിശിഷ്യായി ഖിദ്മാ സംഘത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ നേരത്തെ തന്നെ ഈ
മഹനീയ വേദിയെ ധന്യമാക്കിയ പല പ്രദേശങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമായി ഈ നിറഞ്ഞ മജ്‌ലിസിൽ എത്തിച്ചേർന്ന പ്രിയമുള്ള ഉമ്മതങ്ങന്മാരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും പൂർണ്ണമായും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വവിധകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഈ മഹനീയ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിത്തരികയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരിക്കുന്നതിനുള്ള മഹാഭാഗ്യം സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബാക്കിയുള്ളവരെ ഇരുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? പായം പേപ്പറൊക്കെ കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കുക. അവര് കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന ചെയ്തു. അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നത് പറഞ്ഞാൽ പോരാ, അവരെ കൊണ്ട് പലരും ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇവിടെ ചെന്നാലും പാവപ്പെട്ടവർക്ക് പാരയാണ്, കഷ്ടം. അവരെന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല. ഉസ്താദുമാരും മൈൻഡ് ചെയ്യണില്ല, പള്ളിക്കാരും മൈൻഡ് ചെയ്യണില്ല, നാട്ടുകാരും മൈൻഡ് ചെയ്യണില്ല. ആകെ എന്നാലും വന്ന് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കൈയൊക്കെ വേഗം കെട്ടി ആളൊക്കെ വന്നിട്ട് ഇതൊക്കെ എവിടെ നിന്ന് വന്നത്? നമ്മൾ പാര വെച്ചിട്ട് അങ്ങോട്ട് ഏറ്റില്ല എന്ന് തോന്നുന്നു. നമ്മൾ തബലീന്ന് പറഞ്ഞിട്ട് മാളങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തബലീനെ വളർത്തരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം. തബലിയാണ് പറഞ്ഞ് ആൾക്കാർ തബലീന് ഇപ്പൊ ഭയങ്കര ആളാന്ന് വിചാരിച്ചിട്ട് തബലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഫിത്നക്കാരി പൂങ്ങോട് തന്നെ ഉണ്ട്. തബലി എന്ന് പറഞ്ഞു തബലീനെ വളർത്താണ്. അവര് പോലും അറിയില്ല തബലി വളരണമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ, വേറൊന്നും പ്രതീക്ഷിക്കാതെ ആണ് കറകളഞ്ഞ് എന്ന് ഞാൻ പറയുന്നു. പലരും പ്രതീക്ഷിച്ചുകൊണ്ടാകുമ്പോ ജനങ്ങളുടെ കയ്യടി കിട്ടും, ജനങ്ങൾക്കിടയിലൂടെ സ്ലോ മോഷനിൽ നടക്കാൻ പറ്റും. അതൊന്നും ഇല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ആകുമ്പോൾ നിഷ്കളങ്ക മനസ്സോടുകൂടിയാകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സാധുക്കളായ വിവരം കുറഞ്ഞവരാണ്, അവർ പാവപ്പെട്ടവരാണ്, അവർ അറിവില്ലാത്തവരല്ലേ, അവരെ പ്രോത്സാഹിപ്പിക്കണം, നന്മകളിലേക്ക് അവരെ കൊണ്ടെത്തിക്കണം. ആദ്യമായി സദസ്സിൽ നിന്ന് ഒരു ആടിനെ കൊടുത്ത് സഹായിക്കാൻ അവർ പേര് വിളിച്ചത് ഒരു ഹൈന്ദവ സഹോദരന്റെ പേരാണ്. അത്ഭുതം തോന്നിപ്പോയി എനിക്ക്. അതുപോലെ തന്നെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ പൂങ്ങോടിന്റെ പരിസരത്ത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച് കാണിച്ച മാതൃക ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയിൽ ഇറങ്ങിത്തിരിച്ച പ്രിയപ്പെട്ട മക്കൾക്ക് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇന്നവരുടെ മനസ്സ് നിറച്ച് തേനോറുന്ന സന്തോഷമാണ് അള്ളാഹു ഈ നിറഞ്ഞ മജ്‌ലിസിലൂടെ ആ പാവപ്പെട്ട മക്കൾക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു പടച്ചതമ്പുരാൻ അവരെ വളർത്തട്ടെ, അവരെ ഉയർത്തട്ടെ. പ്രതിഷേധിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും കരയാനുള്ള രാത്രികളായി അള്ളാഹു ഈ രാത്രികളെ മാറ്റിക്കൊടുത്ത് നമ്മളിൽ സാധുക്കളായ കേവലം ഏറ്റവും അറിവ് കുറഞ്ഞ ഒരാൾക്ക് അല്ലാഹു കൊടുത്ത ഹിദായത്തെങ്കിലും അറിവുണ്ട് എന്ന് അഹങ്കരിക്കുന്ന അവർക്ക് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ് വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ദയവ് ചെയ്ത് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ പൊരുത്തപ്പെടുക. നാളെ കസേര ഫുള്ള് മാറ്റിയാലും കുഴപ്പമില്ല, നിലത്തിരുത്തിയാലും മതി. ഇപ്പൊ എന്റെ മിക്കുള്ള സദസ്സിലും എല്ലാവരും നിലത്തിരുത്തലാണ്. കാരണം പൊന്നാനിയിൽ ഇപ്പൊ നമ്മൾ 2 ദിവസം മുമ്പാകെ നിങ്ങളൊക്കെ വന്നിട്ടുള്ളതായി. കസേര നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു ചെലവാകുന്നു. 1 ലക്ഷവും 2 ലക്ഷവും കസേര നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നിലത്തിരുത്തലായിരിക്കും നല്ലത്. അതിനുവേണ്ടി വൃത്തിയായി പായ വിരിച്ച് കടലാസ് വിരിച്ച് നാളെ അതിന്റെ സൗകര്യങ്ങൾ ചെയ്യണം. സുഖമില്ലാത്ത കാലുവേദനയും കൈവേദനയ്ക്കുള്ള കുറച്ച് ഉപ്പമാരെയൊക്കെ കസേരയിൽ ഇരുത്തുക. പിന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവര് കസേര തന്നെ ഇരിക്കുള്ളൂ. കാരണം എന്താ, അവരിപ്പോ വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് ദീനിന് വേണ്ടി വളരെയധികം മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നവരാണ്.
അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈ മഹനീയ സദസ്സിൽ എന്തൊക്കെ വിഷമം അനുഭവിച്ചുകൊണ്ട് നാം സഹകരിക്കുന്നുവോ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കർത്താവായ പടച്ചതമ്പുരാൻ നമുക്ക് മാറ്റി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തരമായ ആശയാദർശങ്ങളെ മുൻനിർത്തിയിട്ട് പരലോകത്തെ പാരിതോഷികം എന്ന മനോഹരമായ മനസ്സിൽ തട്ടുന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നിഷ്പക്ഷമായി നിഷ്കളങ്കമായി നല്ല മനസ്സോടുകൂടി ഈ സദസ്സിൽ വന്നിരിക്കുന്നവർക്കൊരു മാറ്റം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി ലിസ്റ്റുകൾ പ്രത്യേകിച്ച് വന്നിട്ടുണ്ട്. എല്ലാം സംഘാടകർ വാങ്ങി വെച്ചിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷമങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നിറഞ്ഞു കവിയുന്ന രോഗികൾ അടക്കമുള്ള ധാരാളം വസിയത്തുകളുടെയൊക്കെയും സമാപനം നമുക്ക് ദുആ ചെയ്യാം എന്നറിയിക്കുന്നു. സമയം വൈകി വിഷയത്തിലേക്ക് പ്രവേശിക്കുക. അൽഹംദുലില്ലാഹ്. ലോകത്ത് എല്ലാ മതങ്ങളും മതമുണ്ട് എന്ന് പറയുന്നവരൊക്കെയും ഒരു സമാധാനവും ഒരു ആശ്വാസവും അണികൾക്ക് കൊടുക്കുന്നത് പരലോകം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മഹാഭാരതവും ബൈബിളും ഉൾപ്പെടെ സർവമതങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ ഘട്ടങ്ങളിലും പരലോകത്തിന്റെ ഭയാനകരമായ രംഗങ്ങളെയും സന്തോഷകരമായ അവസ്ഥകളെയും അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ മനോഹരമായ വേദിയിൽ ഞാനും നിങ്ങളും ചിലവഴിക്കുന്ന 2 മണിക്കൂറോ അതിൽ കുറഞ്ഞ സമയങ്ങളോ നമുക്കിതിന് പകരമായി അള്ളാഹുവിന്റെ കോടതിയിൽ പ്രതിഫലം കിട്ടണം എന്ന ആർത്തിയോടെ ആവേശത്തോടെ ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഇതുകൊണ്ടൊരു വലിയ നേട്ടമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തരുന്നത്. അല്ലാതെ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാൻ, അവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം എന്ന് നോക്കാൻ എന്ന് വന്നവർക്ക് ഇൽമിന്റെ മജ്‌ലിസിന്റെ ബറക്കത്തില്ല. അവർക്ക് പരിശോധന നടത്തി മടങ്ങിപ്പോകാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, അപ്പൊ എല്ലാം ആഖിറത്തിന് വേണ്ടി മാറ്റുമ്പോ, എല്ലാം അവിടെ പ്രതിഫലം ലഭിക്കണമെന്ന് ചിന്തിക്കുമ്പോ അല്പസ്വല്പം സങ്കടങ്ങളും പ്രതികൂലാവസ്ഥകളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്, മാർഗമാണ്, വഴിയാണ്. ആ തടസ്സങ്ങളായി നാം മനസ്സിലാക്കാൻ പാടില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വളരെ കുറഞ്ഞു പോവുകയാണ്. ഇന്നത്തെ ജമാഅത്തുകാരാണ് ഏറെയുള്ളത് ഭൂമോടെന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ അതിന്റെ ആശയാദർശങ്ങൾ പറയുമ്പോൾ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇന്ന് വരെ ആർക്കു വേണ്ടി വിളിച്ചിട്ടുള്ള ശബ്ദത്തെക്കാളും ആവേശത്തോടെ മുഖരിതമാകണം ഈ മനോഹരമായ സദസ്സ്. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് ഒരു സംശയം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ പ്രാർത്ഥനയിൽ അവിടുത്തെ ദുആയിൽ എപ്പോഴും അവിടുന്ന് പറയുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുകയാണ്. ഇബാദത്തുകൾക്ക് ശേഷം പ്രാർത്ഥനകളുടെ സമയങ്ങളിൽ മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം തുറന്ന് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് പറന്നു പോകുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുടെ വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയാറുണ്ട്. അല്ലാഹുമ്മ ആസിബിനി ഹിസാബൻ യസീറാ. അല്ലാഹുവേ, യസീറായ വിചാരണ കൊണ്ട് എന്ന് നീ വിചാരണ നടത്തേണമേ. യസീറായ വിചാരണ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള വിചാരണ. എളുപ്പമുള്ള വിചാരണ കൊണ്ട് തന്നെ നീ വിചാരണ നടത്തണമേ എന്നൊരു ദുആ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ, എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ എന്താ?
ഇസാബ യസീർ എന്ന് പറഞ്ഞാൽ എന്താ? അതാർക്കാണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, എവിടെയാണോ മനുഷ്യരെ അടക്കം ചെയ്യുന്നത് അവിടെ നിന്ന് മനുഷ്യരെ ഖബറിന്റെ അകത്ത് നിന്ന് പരലോകത്തേക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഉറപ്പെടുമ്പോൾ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാ. ഭൂമോടടക്കിയാലും നിലമ്പൂരടക്കിയാലും മണ്ണൂരടക്കിയാലും പെരിന്തൽമണ്ണയിലടക്കിയാലും തിരുവനന്തപുരത്തടക്കിയാലും കുറയ്ക്കീഴടക്കിയാലും ആ ഖബറിന്റെ അകത്തളക്കുന്നെല്ലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതപ്പെടുമ്പോ എവിടെയാണോ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഖബറിന്റെ അകത്തിരുന്ന് മനുഷ്യനാ എഴുന്നേറ്റ് വരികയാ. യൗമയൗമൂന തുറാബ അലാ റൂസിഹിം, തലകളിലേക്ക് മണ്ണ് വാരിയിട്ട് കൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത്. ആദാ യൗമുന്നദാ, ഇത് ഖേദത്തിന്റെ ദിവസമാണല്ലോ, ഇത് സങ്കടത്തിന്റെ ദിവസമാണല്ലോ, ഇത് പരാജയത്തിന്റെ ദിവസമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ആവലാതി പറഞ്ഞുകൊണ്ട്, സങ്കടം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ട് പെങ്ങളെ. ഇവിടെ നിന്ന് അടക്കിയാലും അല്ലാഹുവിന്റെ കോടതിയിൽ രണ്ടാമത് തുറന്ന കാലത്തിൽ ഉറപ്പെടുമ്പോ എഴുന്നേറ്റ് വരികയാ. ഉന്നാരനബിതങ്ങൾ പറയുന്നു, ആയിഷ, അവിടെ അല്ലാഹു വിചാരണ നടത്തുമല്ലോ, അവിടെ അല്ലാഹു ചോദ്യം ചെയ്യുമല്ലോ. ദുനിയാവിന്റെ പുറത്ത് 30 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 50 വയസ്സ് വരെ, 60 വയസ്സ് വരെ ജീവിച്ചവരെ, നിങ്ങളുടെ ആയുസ് നിങ്ങൾ എന്തൊക്കെ പൊരുത്തക്കേടുകളാ പടച്ചവനോട് ചെയ്തത്, എന്തൊക്കെ തോന്നിവാസങ്ങളാ അല്ലാഹുവിനോട് ചെയ്തത്, ആരെ കുറിച്ചൊക്കെയാ ഫസാദ് പറഞ്ഞത്, എവിടുന്നൊക്കെയാ സാമ്പത്തികമായ നഷ്ടം വരുത്തിയത്, ആരെയൊക്കെയാണ് വഞ്ചിച്ചത്, പറ്റിച്ചത്, അതേ കപടതയിലൂടെ ജീവിച്ചത്, അത് മുഴുവനും നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഒരു വിഭാഗത്തിന് വിചാരണയില്ല. അവരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ മാലാഖമാരോട് അല്ലാഹു പറയുകയാ, അവരെ പരിശോധിക്കണ്ട, അവരെ വിചാരണ നടത്തണ്ട, അവരെ സങ്കടപ്പെടുത്തണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട, അവർക്ക് വിചാരണയില്ലാതെ കടന്നു പോകാ, അവരെന്റെ പരിചയക്കാരാണ്, അവരുടെ ഇഷ്ടക്കാരാണെന്ന് പറയും ആയിഷ. ആ വിചാരണയുടെ പേരാണ് ഹിസാബൻ യസീറാ. ഒരു സങ്കടവുമില്ലാതെ, ഒരു പരാജയവുമില്ലാതെ, ഒരു പൊരുത്തക്കേടുകളുമില്ലാതെ ഹിസാബൻ യസീർ എന്ന് പറയുന്ന വിചാരണ ലഭിക്കുന്നവർക്ക് അവിടെ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല, സെക്യൂരിറ്റികളില്ല, അവർക്ക് കടന്നു പോകാനുള്ള അനുവാദം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു കൊടുക്കും ആയിഷ. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ എന്ന് ഞാൻ ദുആ ചെയ്യുന്നത്. ആ ദുആ ഇന്നു മുതൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അല്ലാഹുമ്മ, എന്താണ് അല്ലാഹുമ്മ? കുറച്ച് നല്ല ഉഷാറായിട്ട് പറയാം. അല്ലാഹുമ്മ, അല്ലാഹുമ്മ പോരാ, ഞാൻ പറയണല്ലോ പറഞ്ഞാൽ മതി, അപ്പൊ പെട്ടെന്ന് പഠിക്കാം. നല്ല ദുആയാണ്. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ. ദുആ മാത്രം വിളിച്ചാൽ പോരാ, നിസ്കാരം കൂടെ ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട്. നിങ്ങളെ മോശക്കാരാക്കിയതല്ല, നമുക്ക് നിസ്കാരം പലപ്പോഴും നഷ്ടമാകാൻ സാധ്യതയും. നിസ്കാരങ്ങളിലെ ഇബാദത്തുകളിൽ വീഴ്ച വരുത്തിയാൽ ഹിസാബൻ യസീർ എന്ന് പറയുന്ന വലിയ സ്ഥാനം നമുക്ക് ലഭിക്കുകയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിസ്കാരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ ബഹുമാനപ്പെട്ട ഖതീബുമാര് പല പള്ളികളിലും ഓതാറുള്ള സൂറത്താണ് ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ചില ആൾക്കാർ പറയുന്നു, കണ്ടിട്ടില്ലേ? അത് എന്താണ് എന്ന് അന്വേഷിക്കാൻ നമ്മൾ മനസ്സുവെച്ചു ചോദിക്കാൻ നമുക്ക് നാണക്കേട്. കാരണം എന്താ? നമുക്ക് അറിഞ്ഞുകൂടാന്ന് നമ്മൾ വിചാരിക്കൂലേ? ജുമാസ്കാരത്തിൽ ഇങ്ങനെ രണ്ടാം റകഅത്ത് ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും,
അപ്പൊ നമ്മളും എല്ലാരും പറയുന്നത് നമ്മൾ കുഴപ്പമില്ല. ചില ആൾക്കാരെ മയ്യത്ത് കാണാൻ പോയിട്ട് എല്ലാരും മുമ്പേ പോകുന്ന ആൾ ഇച്ചിരി അറിവുള്ള ആളാണെങ്കിൽ മയ്യത്തിനെ നോക്കിയിട്ട് പുറകെ പറഞ്ഞ ആൾക്ക് പറഞ്ഞില്ലെങ്കിൽ നാടക്കിടലെന്ന് വെച്ചാൽ അത് വന്നിട്ട് 4 മണിക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതാണ്. ഇതെന്താ കാരണം? ഇത് വേറൊന്നും കൊണ്ടല്ല, ഈ മുമ്പ് നിൽക്കുന്ന മയ്യത്തിന്റെ അവസ്ഥയല്ല ചിന്തിക്കുക. കൂടെ വരുമ്പോൾ തന്റെ കൂടെ വന്ന തന്റെ പിന്നെ അടുത്തുകൂടെ സഞ്ചരിച്ചവർ എന്നെ കുറിച്ച് എന്ത് കരുതും, അവര് പറയുന്നത് എനിക്കറിയില്ലെങ്കിൽ അവരെക്കാൾ ഞാൻ ചെറുതായി പോയില്ലേ എന്ന ചിന്ത കൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. ആ സൂറത്തിലൂടെ ആയത്തങ്ങോട്ട് പറയുമ്പോൾ പിന്നെ നമ്മുടെ മേലാണ് അവരുടെ വിചാരണയെന്ന് അല്ലാഹുവിന്റെ പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉസ്താദുമാര് ഓതുന്ന കേൾക്കുമ്പോൾ മൗമൂമികളായി പുറകിൽ നിൽക്കുന്നവര് പറയാനുള്ളത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി. പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ, ഭൂമോട് സുധമാ സംഘത്തിന്റെ പ്രഭാഷണത്തിന് വന്നിട്ട് കിട്ടിയ അറിവിന്റെ മണികളാണെന്ന് നാളെ വരാതിരുന്നവരോട് പരിശോധിക്കാൻ കാത്തിരുന്നവരോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി. അല്ലാഹു എന്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ, എന്റെ വിചാരണ നീ എളുപ്പമാക്കി തരണേ പടച്ചവരെ എന്ന് മനോഹരമായ പ്രാർത്ഥനയാണ് നിസ്കാരത്തിലൂടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ കേട്ടുകൊണ്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. പുന്നാരുടെ വിധങ്ങളുടെ ഭൂമുഖത്തേക്ക് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീർ തുള്ളികൾ വീഴുകയാണ്. ആ സമയത്ത് ചോദിക്കും, ആയിഷാ എന്തിനാണ് കരയുന്നത് ആയിഷാ? ആയിഷാ ബീവി റളിയല്ലാഹു തആല പറയുന്ന നബിയേ, അന്ന് പരലോകത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ആ ലോകത്തെ കുറിച്ച് ചിന്തിച്ചു പോയി നബിയേ. അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവളായതുകൊണ്ട്, അങ്ങയുടെ സഹധർമ്മിണിയായതുകൊണ്ട്, അങ്ങയുടെ കൂടെ സഹകരിച്ചവളായതുകൊണ്ട്, അങ്ങയുടെ കൂടെ ജീവിതം പങ്കുവെച്ചവളായതുകൊണ്ട് യാ റസൂലല്ലാഹ് എന്നെ ആഖിറത്തിൽ അവിടുന്ന് രക്ഷപ്പെടുത്തൂലേ നബിയേ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ രക്ഷപ്പെടുത്തുമോ നബിയേ? ഞാൻ അങ്ങയുടെ സഹധർമ്മിണിയല്ലേ നബിയേ? അങ്ങയുടെ കൂടെ രാവും പകലും സഹകരിച്ചവളല്ലേ നബിയേ? അങ്ങേക്കേറെ ഇഷ്ടപ്പെട്ടവളല്ലേ നബിയേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്ത് സങ്കടം പെടുത്താതെ എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോ രക്ഷപ്പെടാതെ കാത്തിരിക്കുന്ന ഭൂമോട് വന്ന് നിറഞ്ഞിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തേ, അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാ, ആയിഷാ എത്ര വലിയ കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ, എത്ര വലിയ പദവിയുള്ളവരാകട്ടെ, ആർക്കൊക്കെ രക്ഷപ്പെടാനുള്ള അവകാശവും അർഹതയും കിട്ടട്ടെ, 3 സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആരും വേറെ കുറിച്ച് ചിന്തിക്കൂല ആയിഷാ. എന്റെ കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ട്, എന്റെ സഹധർമ്മിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് നിനക്കൊരു പ്രത്യേകമായ പദവി വേണമെന്ന് കൊതിക്കുന്നുണ്ടോ ആയിഷാ? 3 സമയത്ത് ആരും ആരെയും നോക്കൂല ആയിഷാ, ആരും ആരെയും കാര്യങ്ങൾ പരിഗണിക്കൂല ആയിഷാ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന റസൂലേ, അല്ലാഹുവിന്റെ പരലോകത്ത് ആരുടെയും കാര്യം നോക്കാത്ത പ്രധാനപ്പെട്ട 3 സമയങ്ങൾ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് 1ാമത്തെ സമയം പറയുകയാ, പരലോക വിശ്വാസം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ കേട്ടോ, നിസ്കരിച്ചിട്ട് ആഖിറത്തിൽ പ്രതിഫലം തരണമെന്ന് ദുആ ചെയ്യുന്ന എന്റെ പെരിന്തൽമണ്ണയുടെ വണ്ടൂരിന്റെ പരിസരത്തുള്ള നിലമ്പൂരിന്റെ പരിസരത്തുള്ള സഹോദരങ്ങൾ പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, 3 സമയത്ത് ആരും ആരെയും ശ്രദ്ധിക്കൂല ആയിഷാ. അല്ലാഹുവിന്റെ കോടതിയിൽ 3 സമയത്ത് ആരും ആരെയും നോക്കൂല ആയിഷാ. അതിൽ 1ാമത്തെ സമയം എപ്പോഴാ? മുസായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, മീസാൻ എന്ന ത്രാസിലേക്ക് നന്മതിന്മകൾ തൂക്കി നോക്കുന്ന സമയമാ. എന്റെ പ്രിയമുള്ളവര്, ഈ ദുനിയാവിന്റെ തുരുക്ക് പുറത്ത് നീ ചെയ്തുപോലെ സർവ്വ അമലുകളും സർവ്വ തിന്മകളും മുഴുവനും നന്മതിന്മ തൂക്കുന്ന ത്രാസിലെടുത്ത് വെക്കുകയാ. സുബ്ഹാനല്ലാഹ്, സമയത്ത് ആരും ആരെയും കുറിച്ച് ചിന്തിക്കൂല ആയിഷാ.
ആരെക്കുറിച്ചും ചിന്തിക്കൂല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നന്മ തിന്മ തൂക്കി നോക്കുന്ന ത്രാസ് അത് പരലോകത്തുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങൾ തീരുമാനിക്കണം. കാരണം ഇന്ന് ആലോചിച്ച് പലവിധ സംശയങ്ങളാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മുടെ നന്മയും തിന്മയും തൂക്കി നോക്കുന്ന ത്രാസ്, ഒരു ത്രാസിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ നന്മ എടുത്തു വെക്കും, മറുഭാഗത്ത് തിന്മ എടുത്തു വെക്കും. ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും ഭാരം വരിക? നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പലരും പറയാം അതിപ്പോ എന്തായാലും തിന്മയായിരിക്കും സാറേ എന്ന് പറയാനുള്ള ഒരു ലാഘവം നിങ്ങൾക്ക് വരുന്നതെന്താ? പരലോക വിശ്വാസം കുറവായതുകൊണ്ട്. അത് തിന്മയായിരിക്കുമോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ കരയുമ്പോഴാണ്, നിങ്ങളുടെ കണ്ണ് നിറയുമ്പോഴാണ് പരലോക വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ യാഥാർത്ഥ്യമാകുന്നത്. ചില ആൾക്കാർ പറയില്ലേ, എന്തായാലും ഞാൻ മരിക്കാൻ പോവാണ്, കബറിലേക്ക് കാലം നീട്ടിയിരിക്കുകയാണ്, ഇതൊക്കെ വെറുതെ പറയാം. ആ ഭയപ്പാടിന്റെ ചിന്ത അവരെ ഭയപ്പെടുത്താത്തത് അതിൽ വലിയ വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മീസാൻ എന്ന ത്രാസിൽ നമ്മുടെ നന്മയും തിന്മയും വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാരം ആ മീസാൻ എന്ന ത്രാസിൽ ഉണ്ടാക്കിയെടുക്കാൻ, നന്മയുടെ ത്രാസിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സഹാബികൾ തമ്മിൽ ചോദിച്ചു നബിതങ്ങളോട്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യു ശൈഇൻ അസ്ബലു അലൽ മീസാൻ, അല്ലാഹുവിന്റെ കോടതിയിൽ മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും വലിയ ഭാരമുള്ള അമൽ എന്താണ് നബിയേ? മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും വലിയ ഭാരമുള്ള അമൽ ഏതാണെന്ന് മുത്തുനബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാരമുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മീസാൻ എന്ന ത്രാസിൽ ആ കാര്യം നിങ്ങൾക്ക് എടുത്തു വെക്കാൻ സാധിച്ചാൽ ബാക്കി തിന്മകളൊക്കെ തോറ്റുപോകും, നന്മയുടെ ഭാരം കൂടി നിൽക്കും. ഒരു കാര്യം ഇൻഷാ അല്ലാഹ് അത് ഏതാണെന്ന് പറഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇൻഷാ അല്ലാഹ് പറഞ്ഞവർക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ആരെങ്കിലും ഇൻഷാ അല്ലാഹ് പറയുമ്പോൾ അടുത്തേക്കൂടെ പറയും ഇൻഷാ അല്ലാഹ് നീ വരെ ചെയ്യും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് കളിയാക്കണ്ട. ഇത് സ്വർഗീയ ആരാമമാണ്, ചിലപ്പോ പറയാൻ കഴിയില്ല. നല്ല ആവേശത്തിൽ സ്വലാത്തി എല്ലാം പറയുമ്പോൾ ചൊല്ലി ആമീൻ പറയാൻ പറയുമ്പോൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ചോദിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒക്കെ പറഞ്ഞ് നല്ല റാഹത്തായിട്ടിരിക്കും. ചിലപ്പോ ആ മനസ്സ് ഇന്നത്തെ ദിവസം കൊണ്ട് അള്ളാഹ് ചിലപ്പോൾ ശരിയിട്ടാൽ രക്ഷപ്പെട്ടില്ലേ. എല്ലാവരും മിടുക്കന്മാരെല്ലാം എനിക്കറിയാം, എങ്കിലും അതിനിടയിൽ ആരെയെങ്കിലും അള്ളാഹ് തിരഞ്ഞെടുക്കാൻ നമ്മൾ കരകയറും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, മീസാൻ എന്ന ത്രാസിൽ ഏറ്റവും അധികം ഭാരമുള്ള, നന്മയുടെ ത്രാസിൽ ഏറ്റവും അധികം ഭാരമുള്ള വസ്തു ഏതാണ്? മുന്നാനബി തങ്ങൾ പറഞ്ഞു തരാൻ പോവാണ്. പരലോകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആ സ്വഭാവം എടുത്ത് നന്മയുടെ ത്രാസിൽ വെക്കണം. ഏതാണെന്ന് സഹാബികൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? കുളിച്ച് വൃത്തിയായി പൗഡറൊക്കെ ഇട്ട്, മഫ്തയൊക്കെ ഇട്ട്, ബർദ ഇട്ട്, തലയെ തൊപ്പിയൊക്കെ ഇട്ട്, ചെറുപ്പക്കാരെ തൊപ്പിയൊക്കെ ഇട്ട്, നല്ല ദാടിയൊക്കെ വെച്ച്, ആരെ കണ്ടത് ഇത് കാണുമ്പോൾ അത് നല്ല സ്വഭാവമാണ്. അവന്റെ മുഖം കാണുമ്പോൾ നല്ല സ്വഭാവമാണ്. പക്ഷെ മനസ്സിന്റെ അകത്ത് നിറച്ച് കാണാൻ നല്ല ചന്തമാണ്. വെള്ളയും കെട്ടും മട്ടും എല്ലാം കൊണ്ട് കണ്ടാൽ എല്ലാം തികഞ്ഞ ഒരാളെ പോയിരിക്കും. പക്ഷേ 10 പേരെ അങ്ങോട്ട് മാറുമ്പോ അപ്പുറത്ത് മാറി നിന്നിട്ട് പറയും, ഇവിടുത്തെ ചെറുപ്പക്കാരെ മൊത്തം നരകത്തിലാണ്, ഒരാള് പോലും സ്വർഗത്തിലുണ്ടാവും, മുഴുവനും നരകത്തിലാണ്. അപ്പൊ തിരിച്ചു ചോദിക്കും, സ്വർഗത്തിൽ ഞാനും എന്റെ പൊട്ടാട്ടി നമ്മുടെ മക്കളും, ബാക്കിയുള്ള സ്ഥലത്തുള്ള റബ്ബർ വെച്ച് അവനെ വെട്ടായേൽപ്പിക്കുകയാണ്. ഇല്ലേ? ഇങ്ങനെ കണ്ടാൽ ഒരു കുറവില്ല. ആ കാണാനൊക്കെ നല്ല ചന്തുവാ, പക്ഷെ നാക്കിന്ന് വരുന്നുണ്ടല്ലോ കുഷ്ഠരോഗത്തെക്കാളും ദുർഗന്ധമുള്ള വാക്കുകളാണ്. ഇവന് ചലിച്ചഭാവം എന്ന് പറയാൻ പറ്റില്ല. ഇവനെ ഏത് ത്രാസിൽ വെച്ചാലും തൂങ്ങൂല. സ്വഭാവം മാത്രമല്ല, മൊത്തം എടുത്ത് വെച്ചാലും തൂങ്ങത്തില്ല. ആ രീതിയിൽ ദുഷ്ടത്വം ചെയ്യുന്നവരെ രൂപം കൊണ്ട് ഭംഗിയുള്ളവരാണെങ്കിലും ഉള്ളുകൊണ്ട് നശിച്ചു പോയവരാണ്. അവർക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ മീസാൻ എന്ന ത്രാസിൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം പോലും ഉണ്ടാവുകയില്ല. എന്നാലോ കാറ്റില്ലാത്തവനാണ്, അറിവില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച് പരിഗണിച്ചാലും എവിടെയോ പോയിരുന്നുകൊണ്ട് പടച്ചോനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹ്
എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ. എന്നാൽ ഞാൻ പാവപ്പെട്ടവനാണ് അല്ലാഹുവേ, എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊടുക്കി ജീവിക്കുന്ന സാധുക്കളും പാവപ്പെട്ടവരും ഉണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ വലിയ വലിയ വ്യക്തികളാണെന്ന ദുനിയാവിൽ പറഞ്ഞവരെക്കാളും അല്ലാഹുവിന്റെ കോടതിയിൽ ഇതാരെന്ന ത്രാസിൽ ഏറ്റവും നല്ല നന്മയുള്ളവര് അവരായിരിക്കും. ഖിയാമത്ത് നാളില് ദുനിയാവിൽ നിങ്ങളെ മാറ്റിവെച്ചവരായിരിക്കാം, ദുനിയാവിൽ നിങ്ങളെ കളിയാക്കിയവരായിരിക്കാം, ദുനിയാവിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയവരായിരിക്കാം, അല്ലാഹുവിന്റെ കോടതിയിൽ ഉന്നതമായ പദവി അലങ്കരിക്കുന്നവരവരാകാം. അതുകൊണ്ട് മീസാൻ എന്ന ത്രാസിലെ ഏറ്റവും ഭാരമുള്ള വസ്തു അൽഹംദുലില്ലാഹ് സൽ സ്വഭാവമാണ്. ആ സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം. നല്ല സ്വഭാവം, ആരോടും എതിർപ്പില്ല, ആരോടും വെറുപ്പില്ല, ആരോടും പ്രശ്നങ്ങളില്ല, നല്ല സ്വഭാവം. സഹോദരിമാർക്ക് ആ സ്വഭാവം ഉണ്ടാകണം. ചിമ്പും അസൂയയും വിദ്വേഷവും ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റണം. എത്രയോ പേർക്കുണ്ട് അസൂയയില്ലാത്തവരില്ല ലോകത്തിൽ. അതൊക്കെ നമ്മൾ മാറ്റണം. മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന, മറ്റുള്ളവരോട് താല്പര്യം കാണിക്കുന്ന. ഈ അടുത്ത സമയത്ത് ഒരു ജനശതാബ്ദി എക്സ്പ്രസിൽ യാത്ര ചെയ്യേണ്ടി വന്നു. അതിനകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. TTR വരുന്നതിന് മുമ്പ് തന്നെ കുറെ ആൾക്കാർ അതിന്റെ അകത്ത് സ്ഥാനം പിടിച്ചു. അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ആ ട്രെയിൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു 1.5 കാലുള്ള ഒരു സഹോദരൻ നടക്കാൻ കഴിയുന്നില്ല. വേച്ച് ആ ട്രെയിനകത്ത് വന്നിട്ട് ആരോടെങ്കിലും സീറ്റ് ചോദിച്ചു. ഞാനിപ്പോ ഇതിനകത്ത് കയറിപ്പോയത് ലോക്കൽ കമ്പാർട്ട്മെന്റ് എല്ലാം അറിയാം, എങ്കിലും എനിക്ക് ഇരിക്കാൻ ഒരു സീറ്റ് തരണം, എന്റെ കാല് സുഖമില്ലാത്താന്ന് പറഞ്ഞപ്പോ ആരും എഴുന്നേറ്റ് കൊടുത്തില്ല. എല്ലാവരും അന്നേരം വലിയ പത്രവായനയാണ്. ആരും അറിയാം. ഒരു ചില ആൾക്കാർ കണ്ടുടനെ തന്നെ ഉറങ്ങണം. അപ്പൊ അതുകൊണ്ട് ആരും വിളിച്ചുകൊണ്ടത്തില്ല. അപ്പൊ ഞാനവിടെ ഇങ്ങനെ ഒരു കമ്പീരി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ പാവമാണ്, ആരും എഴുന്നേൽക്കുന്നില്ല. പിന്നെ മുസ്ലിയാരെ നോക്കി അല്ലെങ്കിൽ മുസ്ലിയാരിട്ട് മാറിക്കൊടുത്ത് അയാൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ട് ഈ പ്രശ്നം പറഞ്ഞ ചില ആൾക്കാർ ഇങ്ങനെ പത്രം നോക്കിയിട്ട് ഇങ്ങനെ സൂര്യന്റെ ലീം അതാണ് ലീം ഇങ്ങനെ ലീം ഇഷ്ടംപോലെ ഉണ്ടല്ലോ വായിക്കാൻ, രസമല്ലേ? അതെങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ വായിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഒരാള് ആ യാത്രക്കിടെ എറണാകുളം ഭാഗത്ത് പെട്ടെന്ന് ഒരാൾ കയറി പേന്റൊക്കെ വലിച്ചു കൊടുക്കേറ്റി. ഒരു പരിചയവും അയാളെ കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷെ അയാൾ കയറിയ ഉടനെ തന്നെ ആ ട്രെയിനിൽ കുറെ സഹോദരിമാർ സയ്യിദന്മാര് കയറുമ്പോ എഴുന്നേറ്റ് ബഹുമാനിക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്നു. അയാൾക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്തു. അപ്പൊ ഞാൻ അടുത്തിരുന്ന ഒരാൾ ചോദിച്ചു, അയാളാരാ? നമുക്കറിയില്ലേ? അതല്ലേ കുങ്കുമപ്പൂല ജയന്തിയുടെ അച്ഛനാ. മനസ്സിലായോ? നമ്മുടെ നന്മ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ നന്മ എവിടെയാ കിടക്കുന്നത്? കാലടിഞ്ഞു പോയ സാധുവായ ഒരു മനുഷ്യന്റെ മനസ്സിന് ആശ്വാസം കൊടുക്കാൻ കഴിയാത്തവണ്ട് സീരിയൽ നടന്മാരെ കാണുമ്പോ മാറി നിന്ന് ആദരിക്കുന്ന കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ നന്മയൊക്കെ മരിച്ചുപോയി മുസ്ലിമേ. എനിക്കും എന്റെ മക്കൾക്കും എന്റെ സംഘടനകൾക്കും എന്റെ അണികൾക്കുമല്ലാതെ ഇവിടെ ആരും ദീൻ വളർത്തണ്ട, ഇവിടെ ആരും സുന്നത്തുമാർത്ത് പറയണ്ട, ഇവിടെ ആരും നബിദിനം നടത്തണ്ട, ഇവിടെ ആരും സ്വലാത്ത് ചെല്ലണ്ട. അതൊക്കെ എന്റെ കുത്രയാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നവരെ, നിന്റെ മനസ്സിന്റെ കത്ത് പിതാവ് കൊണ്ടുവന്നിരിക്കുന്ന അസൂയെ പുറന്തള്ളണം പോലെ അല്ലാഹുവിന്റെ റസൂൽ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ. 3 സമയത്ത് ആരും ആരെയും ഓർക്കുകയില്ല. അതിലൊന്നാമത്തെ സമയം മീസാൻ എന്ന ത്രാസിന്റെ സമയമാ. രണ്ടാമത്തെ സമയം നന്മതിന്മകൾ രേഖപ്പെടുത്തിയ ഏടുകളുണ്ടല്ലോ, കിതാബുകളുണ്ടല്ലോ, അത് നമ്മുടെ കൈകളിലേക്ക് തരുന്ന ദിവസമാ, തരുന്ന സമയമാ. എന്തൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ നന്മ പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ തിന്മ ചെയ്തിട്ടുണ്ടോ, തിന്മ പറഞ്ഞിട്ടുണ്ടോ, അത് മുഴുവനും രേഖപ്പെടുത്തിയ കിതാബ് കയ്യിലേക്ക് തരികയാ. സുബ്ഹാനല്ലാഹ്. കിതാബ് കയ്യിലേക്ക് ആകെ വിയർത്തെടുക്കുന്ന മഹ്ശറിൽ നിന്ന് പൊട്ടിത്തകർന്ന അല്പമായി മനസ്സൊരുകുമ്പോ എന്റെ പൂമോട് മജ്‌ലിസിൽ നിറഞ്ഞു കവിഞ്ഞ ചെറുപ്പക്കാരാ, ആ സമയത്ത് ആരും ആരെയും ഓർക്കുകയില്ലടാ, ആരും ആരെയും ഓർക്കൂല. മക്കൾക്ക് കിതാബ് കിട്ടുമ്പോ ഒന്നായി ഓർക്കൂല, അണികൾക്ക് കിതാബ് കിട്ടുമ്പോ നേതാക്കൾ ഓർക്കൂല. ആ കിതാബിനകത്ത് പടച്ചതമ്പുരാ നീ ചെയ്തുപോലെ സർവകാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. പ്രായപൂർത്തിയായതിൽ നിന്ന് മുതല് അവിടെ നിന്നോട്ട് ചെയ്തുപോലെ സർവ്വത അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മോനെ. ശാപത്തിലേക്ക് പോയപ്പോ കാമുകിമാരെ കണ്ണ് കാണിച്ചതുൾപ്പെടെ പൂങ്ങോടൂടെ മത്സരിൽ യാത്ര ചെയ്യുമ്പോൾ ചാന്ദ്രി നിൽക്കുന്ന സുന്ദരികളാണ് പെൺകുട്ടികളുടെ മുന്നിലേക്ക് നോക്കിയപ്പോ ഹോണടിച്ചുകൊണ്ട് ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ, ആ സമയങ്ങൾ ഉൾപ്പെടെ
പെരിന്തൽമണ്ണയുടെ ഭാഗത്ത് ഐസ്ക്രീം പാർലറിലേക്ക് നിന്റെ പ്രിയപ്പെട്ട കാമുകയും കൊണ്ടുപോയിരുന്ന സ്വറ പറഞ്ഞ് നുണ പറഞ്ഞ് തമാശ പറഞ്ഞ് പൊട്ടിത്തിരിച്ചുപോയ നിമിഷങ്ങൾ ഉൾപ്പെടെ എന്റെ സഹോദരിമാരെ ഡിസംബറിന്റെയും ജനുവരിയുടെയും മഞ്ഞുള്ള രാത്രിയില് തന്റെ ഭർത്താവിനെ മറന്നുകൊണ്ട് ഇളത്തെന്നലടിച്ച് വീശുമ്പോ വീടിന്റെ മറത്തിന്റെ പകൽ ഭാഗത്ത് നിന്നുകൊണ്ട് കാമുകന്മാർക്ക് സ്കൂളടിച്ച പെണ്ണ് മെസ്സേജ് അയച്ച പെണ്ണ് ഭാഗ്യത്തിനടിയിലേക്ക് ചുരുണ്ടുകൂടിയിട്ട് ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനോട് മണിക്കൂറുകളോളം നുണ പറഞ്ഞ് സ്വറ പറഞ്ഞ് പൊട്ടിത്തെറിച്ച എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ആരും അറിയാത്ത ദിവസമായിരുന്നല്ലോ, ആരും അറിയാത്ത രാവായിരുന്നല്ലോ. പക്ഷെ എല്ലാം അറിയുന്ന രാജാതിരാജനാര പടച്ചിറങ്ങുക അത് മറന്നിട്ടില്ല പെണ്ണേ. അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിവിരാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ ആ പള്ളിയുടെ മുമ്പിലൂടെ നിസ്കരിക്കാതെ നടന്നുപോയ ചെറുപ്പക്കാരാ, നിന്നെ ഉസ്താദ് കണ്ടില്ല, നിന്നെ മാതാപിതാക്കൾ കണ്ടില്ല. അല്ല ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ല വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരി, അല്ല പരിശോധിക്കുന്ന സഹോദരാ, അത് മുഴുവനും നിന്റെ നന്മജന്മകൾ എഴുതുന്ന ഏടിനകത്ത് കിതാബിനകത്ത് പടച്ചു തന്നില്ല രേഖപ്പെടുത്തിയിരിക്കുകയാ. ഓ കിതാബിന്റെ കയ്യിലേക്ക് വരുമ്പോ നീ പറയുന്ന രംഗത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതെന്താ? കാലത്തിന്റെ ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന മുമ്പത്തോളം കൊണ്ട് സീരിയല് കണ്ടു അസൂയപ്പെടുത്തുന്ന തരത്തില് ഇസ്ലാമാരിക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട സമയത്ത് ഖബറടക്കുന്ന മുസ്ലിം പിന്നെ എത്ര മണിക്കൂറുകളാ മോളെ നീ പാഴാക്കുന്നത്? ആ സമയമൊക്കെ നിനക്ക് അല്ലാഹു നാളെ പരലോകത്ത് തരുന്ന ആരും കൂടെയില്ലാത്ത ലോകത്ത് അല്ലാഹു തരുന്ന കിതാബിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാ. ആ സമയത്ത് നിന്റെ അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. അറിയാതെ ചോദിച്ചു പോകുമത്രേ, മാലി ഹാദൽ കിതാബ്, ഇതൊന്നൊരു കിതാബാണ് റബ്ബേ, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ചെയ്തു പോയ ഒന്നുപോലും വിടാതെ സകലതും എഴുതി വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അത്ഭുതം തോന്നുകയാണ്. ഇതൊന്നൊരു കിതാബാണ്. ഒരു ചെറിയ മെമ്മറി കാർഡിനകത്ത് ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവനും സൂക്ഷിക്കാൻ പറ്റുന്ന കാലഘട്ടമാണിത്. ചെറിയ ഇച്ചിരി പോലെ ഒരു മെമ്മറി കാർഡിനകത്ത് ഒരു മനുഷ്യന്റെ ആയുസിന്റെ ജീവിതം മുഴുവനും അതിനകത്ത് ഇന്നത്തെ മൊബൈലുകളിൽ 30 GB 40 GB 100 GB ഒക്കെ ഇടാൻ പറ്റുന്ന തരത്തിൽ വിശാലമായ മെമ്മറി പവറിന്റെ അതിലൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവനും സേവ് ചെയ്തിടാൻ പറ്റുന്ന പോലെ അല്ലാഹു പടച്ചിറമ്പുരാൻ മാലാഖമാരുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത് നിന്റെ സർവ്വ ജീവിതവും രേഖപ്പെടുത്തുകയാണ്. ഒന്നുപോലും അതിൽ നിന്നുമായുന്നില്ല. കടല് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് കടല് കാണാൻ പോയിട്ട് അവസാനം അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ നോക്കിക്കൊണ്ടിരുന്ന നോട്ടം ആരും അറിയുന്നില്ല. കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കണ്ണങ്ങോട്ടാണ്. അത് അള്ളാഹു വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. കാരണം നിന്റെ മനസ്സ് അള്ളാഹുവിനറിയാം, നിന്റെ ചിന്ത പടച്ചിറപ്പിനറിയാം. മൊബൈൽ കൊണ്ടെടുത്ത് ഓണാക്കിയാൽ അതിന്റെ ഫ്രണ്ടിൽ മക്കയുടെയും മദീനയുടെയും ഫോട്ടോ വിളിക്കുമ്പോ കേൾക്കുന്നത് യാ നബി സലാം അലൈക്കും. അതാ അവിടെ അങ്ങോട്ട് കേൾക്കുമ്പോ പിന്നെ ഇതൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ മെമ്മറി കാർഡ് അങ്ങോട്ട് ഓണാക്കി അകത്തോട്ട് കയറി പോകുമ്പോഴാണ് എത്ര പ്രാവശ്യം കുറിച്ചാലും തീരാത്ത ശുദ്ധി ഉണ്ടാകുന്നപ്പോഴാണ്. ഇത് തമാശ പറഞ്ഞതൊന്നും കരുതരുത്. ഈ സമുദായത്തിന്റെ മക്കളുടെ കയ്യിലിരിക്കുന്ന കേവലം ഇത്തിരി പോന്ന മൊബൈലിന്റെ ഉള്ളറയുടെ രഹസ്യമാണെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരും. ഒന്നുപോലും മാറ്റാൻ കഴിയില്ല. പ്ലസ് 1 പഠിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫിസിക്സിന്റെയും ബയോളജിയുടെയും നോട്ടിന്റെ കത്ത് പൊടിമീശക്കാരനായ കാമുകന്റെ ഫോട്ടോ കണ്ട് രസിക്കുന്ന പെണ്ണേ, അതുപോലും പൊന്നുമോളെ അല്ലാഹു അറിയുന്നുണ്ട്. ഒന്നുപോലും ഒഴിവാക്കാതെ പടച്ചതമ്പുരാൻ രേഖപ്പെടുത്തിയ കിതാബ് തരുമ്പോ ആരും ആരെയും ഓർക്കൂല. ആയിഷ മൂന്നാമത്തെ സമയമല്ലാതെ പറഞ്ഞു കൊടുക്കുകയാ. സിറാത്ത് പാലത്തിലേക്ക് നടക്കുമ്പോഴാണ് അല്ലാഹുവേ
ആ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിന്റെ കൈകാലൊന്ന് വെഴുതിപ്പോയാൽ നീ ചെന്ന് വീഴുന്നത് നരകക്കുമ്പിലേക്കാണ്, നരകത്തിയിലേക്കാണ്. ഇതൊന്നും ജനങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നതല്ല. ഓരോ കാരണങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാഹു പരലോകത്തെ പാരിതോഷികം ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുന്നത്. സിറാത്ത് പാലത്തിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു ആയുധത്തെ ഏതെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാ. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, അല്ലാഹുവിന്റെ പരലോകത്ത് ആരും ആരെയും നോക്കാത്ത മൂന്നാമത്തെ സമയമെന്ന് പറയുന്നത് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാ, സിറാത്ത് പാലത്തിൽ നിന്ന് കാല് വഴുതാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മരുന്ന് ഞാൻ എന്നെ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന് മുതൽ ചെയ്യുക. എന്റെ പ്രിയമുള്ളവരെ, എന്തൊക്കെ തിരക്കുണ്ടായാലും അത് ചെയ്യാൻ നീ മടി വിചാരിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി നാട് സ്വപ്നം കണ്ടുപോയി സഹാബത്തെ, സ്വപ്നത്തിൽ സിറാത്ത് പാലത്തിലൂടെ നടന്നു പോകുന്ന എന്റെ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളെയാണ് ഞാൻ കണ്ടത്. അവരുടെ കാല് വഴുതി പോവുകയാണ്, അവരെ ആൾ പടർന്നുകൊണ്ടിരിക്കുന്ന നരകത്തിയിലേക്ക് ചെന്ന് വീഴാൻ പോവുകയാണ്. ആ സമയത്ത് വീഴാൻ പോകുന്ന ആ അടിമകളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരമല് കടന്നു വരുന്നത് ഞാൻ കണ്ടു സഹാബത്തെ. ആ അമൽ ഏതാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിക്കുകയാ. എന്റെ ഭൂമിയോട് വന്നിരിക്കുന്നവരെ, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ എന്ന ദുആ നമ്മൾ പഠിച്ചല്ലോ. അല്ലാഹുമ്മ യസ്സിർലി ഹിസാബി എന്ന ദുആ നമ്മൾ പഠിച്ചല്ലോ. ഈ പരലോകത്ത് സിറാത്ത് പാലത്തിലൂടെ രക്ഷപ്പെടാനുള്ള ഒരു മനോഹരമായ അമൽ കൂടി പറഞ്ഞു തരാൻ പോവുകയാണ്. എന്റെ ഭൂമിയോട് വന്ന ഉമ്മ, എന്റെ ഭൂമിയോട് വന്ന ചെറുപ്പക്കാരാ, ഇത് മനസ്സുകൾക്ക് പരിവർത്തനത്തിന്റെ പുറപ്പാട്ട് പാടുന്ന രാത്രിയാക്കി മാറ്റണം ചെറുപ്പക്കാരാ. ആരെന്ത് പറയപ്പെടോ, ആരാക്കേറിക്കട്ടടാ, ആര് പരിഹസിക്കട്ടടാ, പോലെ നിനക്ക് മാറ്റമാണ് വേണ്ടത്, മാറ്റമാണ് വേണ്ടത്. നിങ്ങളറിഞ്ഞോ, മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഖത്തറിലേക്ക് പോയ സനൽകുമാർ എന്ന് പറയുന്ന സഹോദരൻ ഒരാഴ്ച കൊണ്ട് ഈ വിനീതനെ ഫോണിലൂടെ വിളിച്ച് പ്രിയപ്പെട്ടവരെ, സനൽകുമാർ എന്നായിരുന്നു ആ സഹോദരന്റെ പേര്. ആ പ്രിയപ്പെട്ട കൂട്ടുകാർ ഫോണിലൂടെ വിളിച്ചിട്ട് നൗഷാദ് ബാഖർ ഉസ്താദല്ലേ എന്ന് ചോദിക്കുകയാ. എന്നിട്ട് പറയുന്ന ഉസ്താദ്, 4 മാസമായിട്ട് എന്റെ പേര് സനൽകുമാർ എന്നല്ല, 4 മാസമായിട്ട് എന്റെ പേര് മുഹമ്മദ് ബിലാൽ. മുഴക്കം പോരാ, ഒരാളെ വിശുദ്ധ ഇസ്ലാമത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ ചെറുപ്പക്കാരായി ഇപ്പൊ തക്ബീർ പോരടാ, ഇപ്പൊ തക്ബീർ പോരടാ. 4 മാസമായി ഉസ്താദേ എന്റെ പേര് മുഹമ്മദ് ബിലാൽ എന്നാണ്. ഞാൻ ഇസ്ലാമിനെ സ്വീകരിച്ചിരിക്കുകയാണ്, ഞാൻ പ്രഭാഷണ കാസറ്റുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഭൂമോടുള്ളവരെ നൗഷാദ് ബാഖറിനെ ധരിക്കാത്തതാർക്കാ? അറിവുണ്ടെന്ന് പറയുന്ന ചില കെട്ടുകാർക്കാണെന്ന് എനിക്കറിയാം. നിനക്ക് ധരിക്കണ്ട, നീ ദഹിച്ചിട്ട് നീ സഞ്ചരിച്ചിട്ട് വന്നിട്ട് നൗഷാദ് ബാഖറിക്കൊന്നും നേടാറില്ലല്ലോ. നീ എത്ര വലിയ ഭാഗ്യത്തിന്റെ പുറമെയുള്ളവരാകട്ടെ, നിന്റെ സഞ്ചരിക്കലിക്ക് വേണ്ടതാ. കാണുന്ന പടത്തം തുരാൻ പണ്ഡിതരായിട്ട് അംഗീകരിക്കുക. ജനങ്ങൾ അംഗീകരിച്ചാ പോരാ, രാജാതിരാജനായ പടത്തം തുരാ അംഗീകരിക്കണം സഹോദരങ്ങളെ. ആ സനൽകുമാർ സഹോദരൻ കണ്ണുനീരോടുകൂടി പറയുകയാ, ഉസ്താദേ ഞാൻ അടുത്ത മാസം നാട്ടിലേക്ക് വരാൻ പോകുന്നു. എന്റെ ബന്ധുക്കൾ എന്നെ സ്വീകരിക്കാൻ വരില്ല, എന്റെ കുടുംബക്കാർ എയർപോർട്ടിൽ വരില്ല. എന്നെ ക്ഷണിക്കാൻ വരുന്നത് എന്റെ മഹലിന്റെ ഖതീബ് ഉസ്താദാണെന്ന് പറഞ്ഞു പോകുന്നത് എന്റെ സഹോദരാ. അതുപോലെ നൂറുകണക്കാരെ മുഹമ്മദ് ബിലാലുകൾ ഈ ലോകത്തുണ്ടാകാൻ പോവുകയാണ്. നിന്നെ മാറ്റിയിട്ടാണ് പുറത്തോന്നവർ കൊണ്ടുവരുന്നത്. ഉമ്മ പ്രസവിച്ചപ്പോ നീ മുസ്ലിമായിരുന്നല്ലോ, വാപ്പ വളർത്തിയപ്പോ നീ മുസ്ലിമായിരുന്നല്ലോ. പക്ഷേ നിനക്ക് 2 പെരുന്നാളിനല്ലാതെ പള്ളി വേണ്ട, കല്യാണത്തിനല്ലാതെ പള്ളി വേണ്ട, റമദാനല്ലാതെ ഖുർആൻ വേണ്ട. ആ ഒരവസ്ഥ നീ സ്വീകരിച്ചപ്പോ നിന്നെ മാറ്റിവെച്ചിട്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുഹമ്മദ് ബിലാലുമാരെ കൊണ്ടുവരാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
നീ രേഖപ്പെടുത്തിയ നീ ജീവിതത്തിൽ ചെയ്തുപോയ സർവ നന്മയും തിന്മയുമല്ല പരലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ലോകമാണ് ആഗ്രലോകം. സിറാത്ത് പാലത്തിലൂടെ നിന്റെ കാല് വഴുതുന്നു. അല്ലാഹു റസൂൽ പറയുകയാണ്, വഴിഞ്ഞു പോകുന്ന മനുഷ്യന്റെ കരം പിടിച്ചുകൊണ്ട് നിന്നെ സ്വർഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാ എന്ന് പറയുന്ന ഒരു അമലുണ്ട്. ആ അമൽ ഏതെന്നറിയോ? ഇന്ന് മുതൽ അമൽ ചെയ്യണം നിങ്ങള്. ഇന്ന് മുതൽ അമലില്ലാത്ത രാത്രിയില്ല, പകലില്ല. തീരുമാനിക്ക സഹോദരാ, തീരുമാനിക്ക സഹോദരി. ഏത് അമലെന്നറിയോ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലണം ചെറുപ്പക്കാരാ. നീ ചൊല്ലുന്ന സലാത്തുണ്ടല്ലോ, നീ ചൊല്ലി തീർന്ന സലാത്തുകളുണ്ടല്ലോ, നീ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സലാമുകളുണ്ടല്ലോ, അത് മുഴുവനും നിന്നെ സിറാത്ത് പാലത്തിൽ നിന്ന് വഴുതി വീഴുമ്പോ നിന്റെ വിരൽ കൊണ്ടുപിടിച്ചിട്ട് രക്ഷപ്പെടുത്തോ കാത്തിരിക്കുകയാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആവേശത്തോടെ ചൊല്ലിക്കോ ലോകത്തിന്റെ വിധിയെ നബി മുഹമ്മദ് മുസ്തഫ. മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ. മദീനയുടെ സൗന്ദര്യമേ നബി മുഹമ്മദ് മുസ്തഫ. നൂറേ നബി മുഹമ്മദ് മുസ്തഫ. പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ. പ്രകാശത്തിന്റെ പ്രോജ്വലപ്രഭേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് സമയങ്ങളിൽ ആരും ആരെയും ഓർക്കുകയില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബത്തിനോട്, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാളും ആഖിറത്തിൽ സ്വർഗ്ഗം പോകുകയില്ല. പുന്നാര നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ ഒരാൾക്കും സ്വർഗ്ഗം കിട്ടൂല. ഇത് പറഞ്ഞപ്പോൾ സഹാബികളിൽ ഒരാൾ ചോദിക്കുന്ന വലാ അന്താ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയും അങ്ങനെ തന്നെയാണോ? ചോദ്യത്തിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് സ്വർഗ്ഗം വേണമെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്ത് വേണോ എന്ന് ചോദിക്കുമ്പോ പുന്നാര നബി തങ്ങൾ തന്റെ ചെന്താമരപ്പൂച്ചുണ്ടെങ്കിൽ എന്റെ സഹാബത്തിനോട് പറയുകയാ, വലാ അന ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മാ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞാറില്ലാതെ എനിക്കും സ്വർഗമില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പൊന്നാര നബി തങ്ങൾക്ക് സ്വർഗം കിട്ടൂല, അല്ലാഹ് റഹ്മത്ത് കൊടുത്താലേ സ്വർഗം കിട്ടൂ എന്ന് നിങ്ങളെ പഠിപ്പിക്കാനില്ല. മറിച്ച് സ്വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അറിയിക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ഹദീസാണ്. അല്ലാഹു റസൂലിനെ ചെറുതാക്കലല്ല. പൊന്നാര നബി തങ്ങൾ ആര് ചെറുതാക്കിയാലും അങ്ങനെ ചെറുതാവൂല. അള്ളാന്റെ ഹബീബ് വലിപ്പമുള്ളവരാണ്. അള്ളാന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല. ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ഹബീബ് പറയുന്നു, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മ. റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞല്ലാതെ എനിക്കും സ്വർഗമില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയാണ്, ആകാശലോകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അനുമതിയോട് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇന്നകും ദാഖിലൂനൽ ജന്നത കുല്ലുകും അജ്മഊൻ. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ കടന്നുകൊള്ളുക, നിങ്ങളെല്ലാവരും സ്വർഗം സ്വീകരിച്ചു കൊള്ളുക. ഇല്ലാ റജുലൻ വാഹിദാ, ഒരാളൊഴികെ ആ ഒരാളുടെ ബാക്കിയുള്ളവരുടെ സ്വർഗത്തിൽ കടന്നുകൊള്ളുക എന്ന് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ പറയുന്ന ഗൗരവം നിങ്ങൾ അറിയണം.